ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. കേരളത്തെക്കുറിച്ച് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ന്യായീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. ദൈവനാമം ഉച്ചരിച്ചതിനല്ല, ആക്രമണം നടത്തിയതിനാണ് കേസെടുത്തതെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. വിവരങ്ങളുമായി ബി അരുൺ ചേരുന്നു. അരുൺ, ഇന്നലെയായിരുന്നു പ്രധാനമന്ത്രി ഇത്തരത്തിൽ ദൈവത്തിന്റെ പേര് പറയാൻ പറ്റാതായി കേരളത്തിൽ എന്ന രീതിയിലുള്ള പ്രസംഗം തിരുവനന്തപുരത്ത് നടത്തിയത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് എണ്ണി മറുപടി പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദൈവനാമം ഉച്ചരിക്കുന്നവർക്കെതിരെ കള്ളക്കേസെടുക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. എന്നാൽ അത്തരം ഒരു കേസ് പോലും സംസ്ഥാനത്ത് ആർക്കെതിരെയും എടുത്തിട്ടില്ല. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ശബരിമല സന്നിധാനത്ത് പോലും വളരെ പ്രകോപനപരമായ രീതിയിൽ കുഴപ്പമുണ്ടാക്കാൻ അക്രമികളുടെ ശ്രമം നടന്നു. പോലീസിനെ ആക്രമിച്ചു, ഭക്തജനങ്ങളെ അവിടെ ആക്രമിച്ചു. എന്നിട്ടും പോലീസ് അവിടെ സംയമനം പാലിക്കുകയായിരുന്നു. പാരമ്പര്യവും വിശ്വാസവും സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. പാരമ്പര്യവും സംസ്കാരവും കേരളത്തിലെന്നല്ല രാജ്യത്താകെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ക്രെഡിറ്റ് BJP അവകാശപ്പെടേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ അതിനുള്ള മറുപടി. പൂജാകർമ്മങ്ങൾക്ക് ഇവിടെ അനുവദിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി ആരോപിക്കുന്നു. വിശ്വാസികൾക്ക് എല്ലാ ആചാരവിശ്വാസങ്ങളും നടത്താൻ സംസ്ഥാനത്ത് കഴിയും, അതിന് തടസ്സമുണ്ടായിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു. പ്രധാനമന്ത്രി നീതിന്യായ വ്യവസ്ഥയും നിയമവാഴ്ചയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുകയാണ്. ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശവും ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. ഈ പരാമർശത്തിലും തെറ്റായ മനോഭാവമുണ്ട്. കോടതി കുറ്റവിമുക്തനാക്കിയ ഒരാളെ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. ഇത് കോടതിയോടും നിയമവാഴ്ചയോടും നടത്തുന്ന വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കേരളത്തിലെ മന്ത്രിമാർ പലരും അഴിമതിയുടെ നിഴലിലാണെന്ന പ്രധാനമന്ത്രിയുടെ വാദം. അത് മന്ത്രിയായാൽ അഴിമതി നടത്തിയിരിക്കുമെന്ന BJP ഭരണത്തിൽ അനുഭവം വെച്ച് പറയുന്നതാണെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. പ്രളയം വിഷയത്തിൽ സംസ്ഥാനത്തിനെതിരെയുള്ള പരാമർശങ്ങൾക്കും മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഡാം മേലാവിന്റെ കാര്യത്തിൽ ഇന്നലെ പ്രധാനമന്ത്രി സംസ്ഥാനത്തെ വിമർശിച്ചിരുന്നു. ഈ വിമർശനങ്ങളെയും മുഖ്യമന്ത്രി തള്ളിക്കളയുകയാണ്. പ്രളയത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ സംസ്ഥാനം വലിയ ഇടപെടലുകളാണ് നടത്തിയത്. എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടലും അക്കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. നൂറുകണക്കിന് BJP പ്രവർത്തകർ കേരളത്തിൽ കൊല്ലപ്പെട്ടു എന്ന പ്രധാനമന്ത്രി പറയുന്നു. എന്നാൽ ഈ 3 വർഷത്തിനുള്ളിൽ പല പാർട്ടികളിലായി മരണപ്പെട്ടവരുടെ കണക്കുകൾ നിരത്തിയാണ് ഈ വാദങ്ങളെ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നത്. നമ്പിനാരായണനെ കുറിച്ച് പ്രധാനമന്ത്രി നടത്തിയ പരാമർശവും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്പിനാരായണൻ കേസിൽ ഉൾപ്പെട്ടതും നമ്പിനാരായണന് അധിക്ഷേപം ചൊല്ലുന്നതുമൊക്കെ മുൻ DGP സെൻകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹത്തെ വേദിയിലിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ നമ്പിനാരായണനെ മുഖ്യമന്ത്രി പുകഴ്ത്തി സംസാരിച്ചത്. BJPയുടെ ഇരട്ടത്താപ്പിന്റെ പ്രത്യക്ഷ ഉദാഹരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ഇന്നലെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ വിമർശനങ്ങൾക്ക് ഓരോന്നിനും എണ്ണിയുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിലൂടെ നൽകുന്നത്. ധന്യ. ശരി അരുൺ.